നമസ്കാരം. ദുരന്തഭൂമിയായി മാറി കരൂർ. വിജയ് നയിച്ച കരൂരിലെ റാലിയിൽ ഉണ്ടായ കനത്ത തിക്കിലും തിരക്കിലും പെട്ട് 36 പേർ മരിച്ചതായിട്ടാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഗർഭിണികൾക്കും കുട്ടികൾക്കും അടക്കം പരിക്കേറ്റിട്ടുണ്ട്. മരിച്ചവരിൽ 8 കുട്ടികളും 16 സ്ത്രീകളും 12 പുരുഷന്മാരും ഉൾപ്പെടുന്നു. 58 പേരാണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും ആശങ്കയുണ്ട്. ദുരന്തത്തിൽ സിനിമ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ദുഃഖം രേഖപ്പെടുത്തി. കരൂരിലേത് ദൗർഭാഗ്യകരമായ സംഭവമാണെന്നും അതീവ ദുഃഖകരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്കൊപ്പമാണ് തന്റെ മനസ്സെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വിഷമകരമായ സാഹചര്യത്തെ നേരിടാൻ അവർക്ക് കരുത്തുണ്ടാകട്ടെയെന്നും പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കാനായി പ്രാർത്ഥിക്കുന്നുവെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, സിനിമാ താരങ്ങളായ രജനികാന്ത്, കമലഹാസൻ, തമിഴ്നാട് ഗവർണർ RN രവി, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. 46 പേർ സ്വകാര്യ ആശുപത്രിയിലും 12 പേർ കരൂരിലെ സർക്കാർ ആശുപത്രിയിലും ചികിത്സയിലാണെന്ന് DMK നേതാവും മുൻ മന്ത്രിയുമായ സെന്തിൽ ബാലാജി പറഞ്ഞു. വിജയ് തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ നിലവിലെത്തിയിട്ടുണ്ട്. ചെന്നൈയിലേക്ക് മടങ്ങുകയാണെന്നാണ് വിവരം. വിജയ്ക്കെതിരെ കേസെടുക്കണമെന്ന് തമിഴ്നാട് CPM-ഉം വിജയിയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെട്ടു. സംഭവത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും അതീവ ദുഃഖം രേഖപ്പെടുത്തി. ദുരന്തത്തിൽപ്പെട്ടവർക്ക് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി. മുൻ മന്ത്രി സെന്തിൽ ബാലാജി, ആരോഗ്യവകുപ്പ് മന്ത്രി സുബ്രഹ്മണ്യൻ എന്നിവരോട് ഉടൻ കരൂരിലെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ നിർദ്ദേശം നൽകിയതായി നേരത്തെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. സംഭവത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് തേടിയതായി മുഖ്യമന്ത്രി അറിയിച്ചു. ദുരന്ത സ്ഥലത്ത് ആവശ്യമായ എല്ലാ സഹായങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിൽ ലഭ്യമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കണമെന്നും ജനങ്ങൾ പോലീസിനും ആരോഗ്യ പ്രവർത്തകർക്കും എല്ലാവിധ സഹായങ്ങളും നൽകണമെന്നും സ്റ്റാലിൻ അഭ്യർത്ഥിച്ചു. നാളെ മുഖ്യമന്ത്രി കരൂർ സന്ദർശിക്കുമെന്നും വിവരമുണ്ട്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴക വെട്രിക്കഴകം പ്രസിഡന്റ് വിജയ് നടത്തുന്ന സംസ്ഥാനതല പ്രചാരണത്തിന്റെ ഭാഗമായി കരൂരിൽ സംഘടിപ്പിച്ച റാലിയിലാണ് ഈ ദാരുണമായ ദുരന്തം സംഭവിച്ചത്. നിയന്ത്രണാതീതമായ ആൾക്കൂട്ടമാണ് അപകടത്തിലേക്ക് നയിച്ചത്. ഏകദേശം 50,000-ലേറെ പേർ സ്ഥലത്ത് ഒത്തുകൂടിയതായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു. നാമക്കല്ലിൽ നടന്ന റാലിക്ക് ശേഷമാണ് വിജയ് കരൂരിലെത്തിയത്. എന്നാൽ അദ്ദേഹം കരൂരിലെത്താൻ 6 മണിക്കൂറോളം വൈകിയിരുന്നു. ആ സമയമായപ്പോഴേക്കും ആൾക്കൂട്ടം നിയന്ത്രണാതീതമായിരുന്നു. റാലിക്കിടെ വിജയ് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ തിക്കും തിരക്കും രൂക്ഷമാവുകയും ചെയ്തതോടെ കുട്ടികളും സ്ത്രീകളും പാർട്ടി പ്രവർത്തകരും അടക്കമുള്ളവർ ബോധരഹിതരായി കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇത് കണ്ട വിജയ് പ്രസംഗം നിർത്തിവെച്ച് ജനങ്ങളോട് ശാന്തരാകാൻ അഭ്യർത്ഥിച്ചു. രോഗികൾക്ക് സഹായം എത്തിക്കാൻ ആംബുലൻസുകൾക്ക് വഴി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൂടാതെ ജനക്കൂട്ടത്തിലേക്ക് അദ്ദേഹം വെള്ളക്കുപ്പികളും എറിഞ്ഞുകൊടുത്തു. ഈ ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണാതായതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഈ കുട്ടിയെ കണ്ടെത്താൻ പോലീസിനോടും പ്രവർത്തകരോടും വിജയ് പരസ്യമായി തന്നെ സഹായം അഭ്യർത്ഥിച്ചു. സംഭവം ഗുരുതരമായതിനെ തുടർന്ന് വിജയ് തന്റെ പ്രസംഗം പൂർത്തിയാക്കാതെ ക്യാരവനിലേക്ക് മടങ്ങിയായിരുന്നു. സ്ഥിതി കൂടുതൽ വഷളായതോടെ പോലീസിന്റെ സഹായം തേടുകയായിരുന്നു. ഇതേ തുടർന്നാണ് വിജയ് തന്റെ പ്രസംഗം പെട്ടെന്ന് അവസാനിപ്പിച്ചത്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് നിരവധി മന്ത്രിമാർ, ക്രമസമാധാന ചുമതലയുള്ള ADGP എന്നിവർ കരൂരിലെ ആശുപത്രികളിൽ സന്ദർശനം നടത്തി. കുഴഞ്ഞു വീണ 3 കുട്ടികളെ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ദുരന്തത്തിന് കാരണം ഒരാഴ്ച മുൻപ് മദ്രാസ് ഹൈക്കോടതി നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ചതാണെന്ന ആക്ഷേപവും ഉയർന്നു കഴിഞ്ഞു. പൊതുസമ്മേളനങ്ങളിൽ പ്രവർത്തകരെ നിയന്ത്രിക്കേണ്ടത് നേതാക്കളുടെ ഉത്തരവാദിത്തമാണെന്നും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആരേറ്റെടുക്കുമെന്നും ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നു. തിരുച്ചിറപ്പള്ളിയിൽ നടന്ന ഒരു റാലിയിൽ ഒരാൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കോടതിയുടെ ഈ നിരീക്ഷണം. പരിപാടിയിൽ പങ്കെടുത്തവരുടെ എണ്ണം പ്രതീക്ഷിച്ചതിലും വളരെയധികമായതാണ് ദുരന്തത്തിന് പ്രധാന കാരണമെന്ന് പ്രാഥമിക നിഗമനം. പാർട്ടിയുടെ നിരവധി പ്രവർത്തകർക്കൊപ്പം കുട്ടികളും കൂട്ടത്തിൽ കുഴഞ്ഞു വീണവരിൽ ഉൾപ്പെടുന്നു. ജനബാഹുല്യം കാരണം ആംബുലൻസുകൾക്ക് പോലും സ്ഥലത്തേക്ക് എത്താൻ സാധിക്കാത്ത അവസ്ഥയുണ്ടായി. ഇതും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ കാരണമായി.